നമസ്കാരം പ്രിയപ്പെട്ടവരെ. കേരളത്തിലെ ആലപ്പുഴ ജില്ലയിൽ ഹരിപ്പാടിന് സമീപം സ്ഥിതി ചെയ്യുന്ന മണ്ണാർശാല ശ്രീ നാഗരാജ ക്ഷേത്രം കേവലം ഒരു ആരാധനാലയത്തിനപ്പുറം ആയിരക്കണക്കിന് നാഗരൂപങ്ങൾ കുടികൊള്ളുന്ന അതീവ പുണ്യവും ഐതിഹ്യങ്ങളും നിറഞ്ഞ ഒരു മഹാക്ഷേത്രമാണിത്. ഈ ക്ഷേത്രത്തിന് പിന്നിലെ ഐതിഹ്യം രാമായണ കാലത്തോളം പഴക്കമുള്ളവയാണ്. പരശുരാമൻ മഴുവെറിഞ്ഞ് കടലിൽ നിന്ന് വീണ്ടെടുത്ത കേരള ഭൂമി ഉപ്പ് കലർന്നതായിരുന്നു. ഇത് പരിഹരിക്കാൻ അദ്ദേഹം നാഗരാജാവിനെ പ്രീതിപ്പെടുത്തുകയും നാഗരാജാവിൻ്റെ അനുഗ്രഹത്താൽ ഈ ഭൂമി സസ്യശ്യാമളമായി മാറുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം. മണ്ണാർശാലയുടെ ഏറ്റവും വലിയ പ്രത്യേകത അതിൻ്റെ നാഗത്തറവാട് എന്ന സങ്കല്പമാണ്. ഇവിടെ നാഗരാജാവ് മുഖ്യ പ്രതിഷ്ഠയും നാഗയക്ഷി സന്നിഹിതയുമാണ്. ഐതിഹ്യമനുസരിച്ച് ഇവിടെയുള്ള ഭൂമി നാഗങ്ങൾക്ക് സമർപ്പിക്കപ്പെട്ടപ്പോൾ പരശുരാമൻ ഇവിടെ ഒരു ക്ഷേത്രം പണിയുകയും നാഗരാജാവിനെ കുടിയിരുത്തുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ മറ്റൊരു സവിശേഷത ഇവിടുത്തെ പൂജാകർമ്മങ്ങളാണ്. തലമുറകളായി ഇവിടെ പൂജാതി കർമ്മങ്ങൾ നിർവഹിക്കുന്നത് ഒരു അന്തർജനമാണ്. നാഗരാജാവിനെ സ്വന്തം മകനായി കണ്ട് എല്ലാവിധ ആചാരങ്ങളോടും കൂടി പരിപാലിക്കുന്ന വലിയമ്മയുടെ സാന്നിധ്യം ഈ ക്ഷേത്രത്തിന് വലിയൊരു ആത്മീയ ശക്തി പകരുന്നു. ക്ഷേത്ര മതിൽക്കെട്ടിനുള്ളിലായി 10,000-കണക്കിന് നാഗവിഗ്രഹങ്ങളാണ് കാണാൻ സാധിക്കുക. ഭക്തർ തങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റാനും നാഗദോഷങ്ങൾ നീങ്ങാനും സമർപ്പിക്കുന്നവയാണ് ഈ വിഗ്രഹങ്ങൾ. സർപ്പബലിയും നൂറും പാലും നേദിക്കുന്നതുമാണ് ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ. ക്ഷേത്രത്തിനകത്ത് ക്യാമറ നിരോധിച്ചിരിക്കുന്നതുകൊണ്ട് ഈ ദൃശ്യങ്ങളൊന്നും ഇവിടെ കാണിക്കാൻ നിർവാഹമില്ല. ക്ഷമിക്കുമല്ലോ. വർഷത്തിലൊരിക്കൽ മാത്രം നടക്കുന്ന ആയില്യം മഹോത്സവം ഈ ക്ഷേത്രത്തെ ലോക ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നു. നാഗരാജാവിൻ്റെയും നാഗയക്ഷിയുടെയും വിഗ്രഹങ്ങൾ വലിയമ്മയുടെ നേതൃത്വത്തിൽ ക്ഷേത്രത്തിന് ചുറ്റും എഴുന്നള്ളിക്കുന്നത് കാണാൻ 10,000-കണക്കിന് ഭക്തരാണ് ഇവിടെ തടിച്ചുകൂടുന്നത്. പ്രകൃതിയും വിശ്വാസവും നാഗാരാധനയും ഇത്രയേറെ ഇഴചേർന്ന് കിടക്കുന്ന മറ്റൊരു ക്ഷേത്രം കേരളത്തിൽ വേറെയുണ്ടാവില്ല. നാഗങ്ങളുടെ അനുഗ്രഹം തേടി വിശ്വാസികൾ ഒഴുകിയെത്തുന്ന ഒരു മഹാസാഗരമാണ് മണ്ണാർശാല. വീഡിയോ മുഴുവൻ സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പ്രൊഫൈൽ ഫോളോ ചെയ്യാനും മറക്കരുത്. വീണ്ടും മനോഹരമായ ഇതുപോലുള്ള വീഡിയോകളുമായി വരുന്നതുവരേക്കും നന്ദി, നമസ്കാരം.